കുട്ടിയുടെ പിതാവ് PM അനസ് അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനസ്, ഈ സ്കൂളിൽ കുട്ടി ആദ്യം ചേരാൻ എത്തിയപ്പോൾ ഈ സ്കൂളിന്റെ യൂണിഫോം കോഡിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങളെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. അവര് പറയുന്നത് അങ്ങനെ ഒരു പേപ്പർ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അന്ന് പിന്നെ ഞാൻ ചോദിച്ചപ്പോ അവർ ആ പേപ്പർ ആ ഫയലിൽ നിന്ന് എടുത്ത് തരുമ്പോ ഞാൻ അതിൽ സൈൻ ചെയ്യാത്ത ഒരു ലെറ്റർ പാഡ് മാത്രമാണ് അവിടെ അവർ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, എന്റെ മകള് തുടക്കം മുതൽ സ്കൂള് ജൂൺ 1 ആരംഭിച്ച് അന്ന് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഷോള് ധരിച്ചുകൊണ്ടിട്ടാണ് അവിടെ സ്കൂളിൽ ചെല്ലാറുള്ളത്. അവര് നിർബന്ധം ഹിജാബ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹിജാബ് എന്നല്ല, ഈ ഷോള് നമ്മുടെ തലയിൽ സാധാരണ ചുറ്റുന്ന ഒരു ഷോള് അത് ധരിച്ചിട്ടാണ് ഈ പിന്നെ കുട്ടി പോണത്. അവിടുന്ന് അത് നിർബന്ധപൂർവ്വം അവര് അത് ഊരിക്കുമായിരുന്നു. ഞാനിപ്പോൾ അവിടുത്തെ PTA പ്രസിഡന്റുമായി സംസാരിച്ചു. അവിടുത്തെ പ്രിൻസിപ്പാള് അദ്ദേഹം പറഞ്ഞു, മാഡം സംസാരിച്ചു, ജോഷി കൈതവളപ്പിൽ ഇപ്പോൾ നമ്മുടെ തത്സമയമുണ്ട്. കഴിഞ്ഞ ആദ്യത്തെ 2 ദിവസം മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ 4 മാസത്തോളം നിങ്ങൾ ഈ സ്കൂൾ മാനേജ്മെന്റും PTA പറഞ്ഞത് അനുസരിച്ചു. പിന്നീട് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വന്നത് എന്നാണ്. അത് തെറ്റാണ്. എന്റെ പിന്നെ കുട്ടിയുടെ മാതാവ് ഒരു 5-6 പ്രാവശ്യത്തോളം പ്രിൻസിപ്പളിന്റെ അടുത്തും ക്ലാസ് ടീച്ചറിന്റെ അടുത്തും സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു. അത് അവർ അംഗീകരിക്കുന്നില്ല. അതിനുശേഷവും ഈ കുട്ടി ഷോള് ധരിച്ചിട്ടാണ് ഈ സ്കൂളിലേക്ക് ചെല്ലാറുള്ളത്. ദയവായി തുടരാമോ? ഒന്ന് തുടരണേ, ടെലിഫോൺ ലൈനിൽ തുടരണം, കട്ട് ചെയ്ത് പോകരുത്. ജോഷി കൈതവളപ്പിൽ താങ്കൾ കേട്ടല്ലോ, എന്താണ് മറുപടി? കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ ഉണ്ടല്ലോ. നമ്മള് ഈ സ്കൂള് CCTV സർവൈലൻസിന്റെ കീഴിലുള്ളതാണ്. പ്രധാനപ്പെട്ട കാരണം കുട്ടികളുടെ സുരക്ഷയാണ് നമ്മൾ മുൻനിർത്തിക്കൊണ്ട് CCTV ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്ന് അറിയാമല്ലോ, ഈ കുട്ടികള് ഇവിടെ 8:45 ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ 3:15 പുറത്തോട്ട് വിടുന്നത്. ലഞ്ചിന് പോലും പുറത്തോട്ട് കുട്ടികളെ വിടാറില്ല. അത്ര സേഫ് ആയിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ 4 മാസക്കാലം കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിച്ച് ഈ സ്കൂളിൽ വന്നിട്ടുണ്ട് കുട്ടി. ഇതേ സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ ഒപ്പം ഇരുന്ന് പഠിച്ച കുട്ടി 4 മാസങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് പെട്ടെന്നൊരു ഇതിനെ കുറിച്ചൊരു ബോധം ഉണ്ടായത് എന്നുള്ളത് രക്ഷിതാവാണ് പറയേണ്ടത്. ജോഷി കൈതവളപ്പിൽ പറഞ്ഞ അനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾ അവിടെ CCTV കാര്യങ്ങളല്ലേ, CCTV ഫുട്ടേജ് എടുത്തോളൂ. ഈ ജൂൺ 1 മുതൽ ഈ പറഞ്ഞ ദിവസ കാലയളവിൽ എന്റെ മകൾ ഷോള് ധരിച്ചു വന്നിരുന്നതായിട്ട് ആ CCTV ഫുട്ടേജിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾ നിർബന്ധപൂർവ്വം അവിടുത്തെ പിന്നെ അധ്യാപികയും പ്രിൻസിപ്പളും നിർബന്ധപൂർവ്വം ആ കോമ്പൗണ്ടിന്റെ അകത്ത് കയറി ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ കുട്ടിയുടെ മാതാവ് അവിടെ 3-4 പ്രാവശ്യം വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അതിനുശേഷം ഇതെല്ലാം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അംഗീകരിക്കാത്ത കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഒന്ന് സംസാരിച്ചത്. അത് ജോഷി പറഞ്ഞു കേൾക്കൂ. അതായത് PTA ഈ പറയുന്ന സ്കൂൾ പ്രവർത്തന കാലം മുതൽ PTA പ്രവർത്തിക്കുന്നുണ്ട്. PTA പ്രസിഡന്റ് ഉണ്ട്, കമ്മിറ്റി ഉണ്ട്. ഇന്ന് വരെ ഈ ഒരു ആരോപണം PTAയുടെ മുന്നിലേക്ക് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ? താങ്കളോടാണ് ചോദ്യം. ഈ ഒരു വിഷയം ഈ കാലയളവിൽ നിങ്ങൾ ഈ PTA യോഗം കൂടിയിട്ട് എന്തെങ്കിലും PTA ഒരു യോഗം കൂടിയതായിട്ട് ഒരു മിനിസ്റ്ററോ അല്ലെങ്കിൽ PTA അംഗങ്ങളോ അറിയാത്ത അംഗങ്ങൾ വരെ ഉണ്ട്. PTAയിലെ അംഗങ്ങൾ പോലും അവിടെ മീറ്റിംഗ് നടന്നത് അറിയാത്ത അംഗങ്ങൾ വരെ ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് താങ്കൾക്ക് അറിയാലോ, രക്ഷിതാവെന്ന നിലയിൽ 8ാം ക്ലാസ് വരെ പഠിപ്പിച്ച മറ്റു സ്കൂളുകളിൽ ഉള്ള പോലെ തന്നെ ഈ സ്കൂളിന് PTA ഉണ്ടെന്ന് താങ്കൾക്ക് അറിയാലോ. PTAയുടെ പ്രവർത്തനം എന്താണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. PTAയുടെ പ്രവർത്തനം എന്താണെന്ന് അറിയാൻ പാടില്ല എങ്കിൽ താങ്കൾ പറയുന്നത് ഈ പറയുന്ന പോലെ ഞങ്ങൾ എനിക്കറിയില്ല. എനിക്ക് ഞാൻ ഈ സ്കൂളുമായിട്ട് സ്കൂളിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ നിങ്ങൾക്ക് നോട്ടീസ് തന്ന് PTA മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ള കാര്യം ഈ കുട്ടിക്കറിയാം. കുട്ടിയുടെ ഡയറിയിലുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഡയറി എന്റെ കുട്ടീന്റെ ഡയറിയിലില്ല. രണ്ടാമത്തത് നിങ്ങൾ 2 ടൈപ്പ് ഡയറി കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ, 2 ടൈപ്പ് ഡയറി. അത് ഞാൻ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ കേട്ട് എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കണം. മറ്റു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടിയെ വിടുകയും ഈ സ്കൂളിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ
ജോഷി ഒരു മിനിറ്റ്. അനസ്, എന്താണ് 2 ടൈപ്പ് ഡയറി? എന്താണ് 2 ടൈപ്പ്? എനിക്ക് തന്നിരിക്കുന്ന ഡയറിയിൽ പേജ് നമ്പർ 18 പേജ് നമ്പർ 23 പ്രിന്റഡ് ആണ്. വേറൊരു കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഡയറിയിൽ പേജ് നമ്പർ 18 പേജ് നമ്പർ 23 ബ്ലാങ്ക് ആണ്. ആ ബുക്ക് വേണമെങ്കിൽ ഞാൻ തെളിവായിട്ട് നിങ്ങൾക്ക് തരാം. അല്ല, എന്താ അതിലെന്താ വ്യത്യാസം? എന്താണ് ഈ PTA മീറ്റിംഗ് ഒന്നും ഈ കുട്ടിയെ അറിയിക്കാറില്ലേ? കുട്ടിയുടെ ഡയറിയിൽ സാധാരണ ക്ലാസ് ടീച്ചർമാര് കുട്ടികളുടെ ഡയറിയിൽ ഇത് കുറിച്ച് രക്ഷിതാക്കൾ കൊടുത്തുവിടുകയാണ് ചെയ്യുക. അതിനുണ്ടായിട്ടില്ല എന്നാണ് ഇത് സ്കൂൾ അധികാരികൾ പറയുന്നത്. ഞാൻ ഇത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പേപ്പർ കാണിക്കാൻ പറഞ്ഞിട്ട് അവർ കാണിച്ചില്ല. പോലീസ് സ്കൂളുകളുടെ നിയമം അനുസരിച്ചുകൊണ്ട് രക്ഷിതാവ് സമ്മതിച്ചു. ഒരു മിനിറ്റ് ഒന്ന് അനസ് തുടരുക. അനസ് ഒരു മിനിറ്റ് പ്രിൻസിപ്പാൾ കേൾക്കുന്നുണ്ട്. താങ്കൾ പറയുന്നത് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ജോഷി, ക്ലാരിഫൈ ചെയ്യാം, താങ്കൾക്ക് അവസരമുണ്ട്. ജോഷി കൈതവളപ്പിൽ ഞാൻ തെളിവ് സഹിതം നിങ്ങൾക്ക് ഞാൻ ഡയറി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ശരി, ഒന്ന് ജോഷി, അനസ ഒന്ന് ഹോൾഡ് ചെയ്യണം. ഇത് സ്കൂളിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഡയറിയിൽ ഒരു പേജിൽ ഈ പറഞ്ഞ പേജുകളിലൊന്നും ഇത് ബ്ലാങ്ക് ആയിട്ട് അടിച്ച് 2 തരത്തിലുള്ള ഡയറി എന്തിന് സ്കൂൾ അധികാരികൾ വിതരണം ചെയ്തു? ഒരു മിനിറ്റ് അനസ്, ഒറ്റ മിനിറ്റ്. അനസ് ഒന്ന് ക്ഷമിക്കുക. പ്രിൻസിപ്പാൾ 3 ആരോപണങ്ങൾ പ്രിൻസിപ്പാൾ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ആരോപണമാണ്. ഒന്ന്, ഈ ഡയറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, 2 ടൈപ്പ് ഡയറി ഉണ്ടെന്ന് പറയുന്നത്. 2, ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ ഇവിടുത്തെ നിയമാവലി സംബന്ധിച്ച് യൂണിഫോമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായി ധരിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടി അനസ് ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, PTA മീറ്റിങ്ങുകൾ കൂടുന്ന കാര്യം സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഡയറിയിൽ കുറിച്ച് പറഞ്ഞു തന്നുവിടും, നമ്മളത് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പ്രിൻസിപ്പാളിൻ്റെ മറുപടി എന്താണ്? നമ്മുടെ ഡയറിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപോലത്തെ ഡയറി തന്നെയാണ് ക്ലാസ് തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പാസ് ചെയ്തത്. വൺസ് കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പാരന്റിന്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ നമ്മൾ തിരിച്ച് എന്തെങ്കിലും ഒരു അത്യാവശ്യം എഴുതാൻ വേണ്ടി മാത്രമാണ് ഈ ഡയറി നമ്മൾ മേടിക്കുന്നത്. അതുവരെ കുട്ടികളുടെ കയ്യിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്കറിയില്ല, ഇനി പ്രിന്റഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നും അറിയില്ല. അതെല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും തന്നെ സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാ പേജിലും തന്നെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ പേരൻസ് മീറ്റിംഗ് ചേരാറുണ്ടോ മാഡം? അതിനെ സംബന്ധിച്ച് ഇവരെ അറിയിച്ചിട്ടുണ്ടോ? ഇതിന് ഈ ഡയറിയിൽ സാറിന് എഴുതി കൊടുത്തു വിടുകയാണല്ലോ, അതോ വാക്കാൽ പറയുകയാണോ? പേരൻസ് മീറ്റിംഗ് നമ്മൾ വാട്സപ്പ് വഴി മെസ്സേജ് ഇടും. ഇപ്പോൾ PTA ജനറൽ ബോഡി മീറ്റിംഗ് നമ്മുടെ ആദ്യത്തെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജൂണിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ എല്ലാ പാരൻസിനെയും ഹോൾ സ്കൂൾ പാരൻസിൻ്റെ മീറ്റിംഗ് ആണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. പാരന്റ് വരികയോ വരാതിരിക്കുകയോ എന്നത് അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ക്ലാസ് PTA നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനറൽ PTA മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ്. ഈ 4-5 മാസത്തിനിടയ്ക്ക് എത്ര PTA മീറ്റിംഗുകൾ ചേർന്ന് കാണും? PTA മീറ്റിംഗ് എനിവേ ഒരു മോർ ദാൻ 3. അതിനുശേഷം നമ്മൾ PTA എക്സിക്യൂട്ടീവ് ഉണ്ട്. PTA എക്സിക്യൂട്ടീവ് ആണ് മെയിനായിട്ട്. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് PTAയിൽ നിന്നും PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ വിളിച്ചു കൂട്ടുന്നത് PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ മാത്രമാണ്, പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഈ യൂണിഫോം സംബന്ധിച്ച് അനസിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നും എന്തോ ഒരു പേപ്പർ എഴുതി ഒപ്പിട്ട് വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയോടും കുട്ടികളുടെ പാരൻസിനോടും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈവൻ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആദ്യം ഇവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ, വൺസ് അഡ്മിഷൻ നമ്മുടെ സ്കൂളിൽ കിട്ടുന്നതിന് മുന്നേ. അത് അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഒപ്പിട്ട് തന്നല്ലേ മാഡം പറഞ്ഞത്. മാഡം അത് ഇപ്പൊ പിന്നെ പറഞ്ഞ അനുസരിച്ച് പോലീസ് വന്നപ്പോൾ അത് എടുത്തപ്പോൾ അതിൽ സൈനില്ല, എന്റെ സൈനില്ലായിരുന്നു. അല്ല അനസ്, താങ്കൾക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ ഈ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി സംബന്ധിച്ച് താങ്കൾക്ക് അറിയാമോ? താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂളുകളിലെ യൂണിഫോമുകൾ തീരുമാനിക്കേണ്ടത് അതായത് മാനേജ്മെന്റാണ്. 2018 ഒരു വിധിയുണ്ട്. അതനുസരിച്ച് താങ്കൾക്ക് അവിടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളിൽ മാറി പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ പിന്നെ അവിടുത്തെ PT സാർ എന്ന് പറയുന്നത് ഒരാള് അവിടുത്തെ സാറാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ID കാണിക്കാൻ വേണ്ടി കാണിച്ചില്ല. അയാൾ പറഞ്ഞത് വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രിൻസിപ്പളെ ഇവരുടെ അടുത്ത് സംസാരിക്കാനും നിൽക്കണ്ട, ഇവർക്ക് സെക്കൻഡ് വകുപ്പിൽ എഴുതി കൊടുക്കുക, ആ കുട്ടി ഒരു സ്കൂളിലും പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടാണ് അയാൾ സംസാരിച്ചത്.
എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്? ആരാണ് അവർക്ക് അത്ര ധൈര്യം കൊടുത്തത് സംസാരിക്കാനായിട്ട്? ഈ താങ്കൾക്കൊപ്പം ആ സ്കൂളിൽ താങ്കൾക്കൊപ്പം ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം മനസ്സ് താങ്കൾക്കൊപ്പം ആ സ്കൂളിലേക്ക് വന്ന ഒരു 6-7 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ആരായിരുന്നു? എന്റെ കൂടെ എന്റെ കൂടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്റെ കൂടെ ഞാൻ ഇപ്പൊ അവിടെ നിന്ന് പരിസരവാസികളാണ് ആരോ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അവിടെ ഇങ്ങനെ പ്രശ്നം നടക്കണമെന്ന് അവർ പരിസരവാസികളെ പറഞ്ഞു. ഞാൻ ഒരാളെയും വിളിച്ചിട്ടില്ല, ഒരാളെ ഞാൻ കൂടിയിട്ടുമില്ല. ഞാനിത് ഈ പരാതി ഞാൻ പിന്നെ 8-ാം തീയതി പിന്നെ വിദ്യാഭ്യാസ മന്ത്രി കെ ശിവൻകുട്ടിക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ CBSE റീജിയണൽ ഓഫീസ് കേരള തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ DEOക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇത് 8-ാം തീയതി. ഈ പ്രശ്നം നടക്കുന്നത് 10-ാം തീയതിയാണ്. ഇതിനിടയിൽ ഞാൻ എന്റേതായ ഇതെല്ലാം എന്റെ തെളിവ് ആയതുകൊണ്ട് ഒരു സംഘം ആളുകളുമായിട്ടാണ് അനസ് വന്നത്. മാതാപിതാക്കൾക്ക് PTA സംസാരിക്കാനായിട്ട് ഒരു സംഘത്തിന്റെ ആവശ്യമില്ല. ഈ പറയുന്നത് പിന്നെ അവിടെ CCTV ഫുട്ടേജ് ഉണ്ട്. ഞാൻ വരുമ്പോ ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടി മാത്രം. അതുകൊണ്ടാണ് എത്ര ധൈര്യത്തിൽ ഞങ്ങൾ പറയുന്നത്. അല്ല, എടുത്തോളൂ നിങ്ങൾ. അതിനുശേഷമാണ് അവിടെ ആൾക്കാർ വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ആള് വന്നത്. ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അല്ല സാറേ, CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം. ജോഷി, അങ്ങനെ താങ്കൾ ആരോപിക്കുന്ന SDPIയുടെ അവിടുത്തെ തൃപ്പൂണിത്തുറയിലെ മണ്ഡലം വൈസ് പ്രസിഡന്റ്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അല്ലേ, ഒരു സജീർ അടക്കമാണ്. സജീർ താങ്കൾ ആ CCTV ദൃശ്യങ്ങൾ സ്വാഭാവികമായി പുറത്തുവിടണം. എന്റെ ഫോൺ ഹിസ്റ്ററി പരിശോധിക്കുക, എന്റെ ഫേസ്ബുക്ക് ID പരിശോധിക്കുക. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിന്റെയും ആളല്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗവാക്കുള്ള ഒരാളല്ല. അതിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് മാത്രമേ ഉള്ളൂ, മറ്റു സംഘടനകളുടെ ഭാഗമാണെന്ന് പറയുന്നില്ലല്ലോ. ഒരു സംഘടനയുടെ ഭാഗമല്ല, ഏതെങ്കിലും സംഘടനയായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പറയുന്നില്ലല്ലോ. ഈ പറയുന്നത് പിന്നെ നിങ്ങള് ഹലോ പറയൂ ജോഷി പറയൂ. അനസ് അദ്ദേഹം പറയട്ടെ, താങ്കൾക്ക് അവസരം. ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ മറ്റു സംഘടനകളുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ടോ? ആര്? നിങ്ങള് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ലേ? സമ്മതിച്ചു ഒക്കെ എഗ്രി ചെയ്തു. പക്ഷെ നിങ്ങൾ മറ്റു സംഘടനകളുടെ ഭാഗമാകണമെന്ന് ഞങ്ങൾക്കറിയില്ല.